തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 24-ന്റെ അഭ്യർത്ഥന പ്രകാരം മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിൽ നടത്തിയ പരിശോധനയാണ് ഫലം കണ്ടത്. നിലവിൽ കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണുള്ളത്. കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിന്റെ ഇടപെടൽ ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മലയാളി സമാജം പ്രവർത്തകരുമായി അലക്സ് റാം മുഹമ്മദ് ബന്ധപ്പെടുന്നതും അലക്സിന്റെ സംശയങ്ങൾ കൈമാറുന്നതും പിന്നീട് അന്ത്യോദയ എക്സ്പ്രസിൽ മലയാളി സമാജം പ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നതും ആ ഘട്ടത്തിൽ കുട്ടിയെ കണ്ടെത്തുന്നതും അതൊക്കെ ഏറ്റവും സന്തോഷകരമായ വലിയ ആശങ്കകളിലൂടെ കടന്നുപോയ മണിക്കൂറുകളുടെ ഒരു പരിസമാപ്തി, ഒരു ആശ്വാസത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. കുറച്ച് സ്ത്രീകൾക്കൊപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അവരുടെ കുട്ടിയാണ് എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് ചോദ്യം ചെയ്ത സമയത്ത് അവർ ആ നിലപാട് മാറ്റുകയും പിന്നീട് അവർ പിന്മാറുകയുമായിരുന്നു. കണ്ണിമ ചിമ്മാതെ 24 ഈ കുട്ടിയെ കണ്ടെത്താൻ നടത്തിയ ദൗത്യം അതുകൂടി ഈ ഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇനിയിപ്പോൾ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള നടപടികൾ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വി എ ഗിരീഷ്? രഞ്ജിത്ത്, ഈ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ കേരള പോലീസ് തുടങ്ങിയിരുന്നു. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിശാഖപട്ടണത്തേക്ക് ഇന്നലെ തന്നെ തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ 4 മണിക്ക് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. ഇവർ അവിടെ ചെന്ന് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും കുട്ടിയെ ഏറ്റുവാങ്ങും. ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇതിനൊക്കെ ശേഷമായിരിക്കും കുട്ടിയെ പോലീസ് ഏറ്റെടുക്കുകയും അതിനുശേഷം കേരളത്തിലേക്ക് എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യുക. സ്വാഭാവികമായും ഇതൊരു നിയമ നടപടിക്രമങ്ങളാണ്. ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നേരത്തെ തന്നെ ഇന്നലെ തന്നെ പോലീസ് അവിടേക്ക് തിരിച്ച് അവിടെയുള്ള സാഹചര്യം ഒരുക്കി. ഇതിനുശേഷമാണ് ഈ വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ തന്നെ പുലർച്ചെ തന്നെ 4 മണിയോടെ വിശാഖപട്ടണത്തേക്ക് തിരിച്ചത്. ഏതായാലും കുട്ടിയെ ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും, അച്ഛനമ്മമാർക്ക് കൈമാറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെയും ഒരു പ്രതീക്ഷ. കാരണം 37 മണിക്കൂറുകളോളം സംസ്ഥാനത്തെയും അല്ലെങ്കിൽ മലയാളികളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കുട്ടി വീട് വിട്ട് ഇറങ്ങി എന്ന് പോലീസിന് പരാതി ലഭിച്ചത് മുതൽ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പോലീസിന് തടസ്സമായി നിന്നത് അല്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടിയിരുന്നത് ഈ കുട്ടി എങ്ങോട്ടാണ് പോയത് എന്നുള്ള ഒരു വിവരം, കൃത്യമായ ഒരു ലീഡിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടി കഴക്കൂട്ടത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയ ദൃശ്യങ്ങൾ ആദ്യ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് 10:45 ഈ കുട്ടി കഴക്കൂട്ടം AJ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള റോഡ് മുറിച്ചു കടന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് കിട്ടി. പക്ഷേ പിന്നീട് ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്ന് സംബന്ധിച്ച ഉള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുവെങ്കിലും കുട്ടി ഏത് വഴിയിലേക്ക് പോയി, നടന്നാണോ പോയത്, ബസ്സിലാണോ പോയത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന് ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം നാടറിയാത്ത കുട്ടിയാണ്, അതോടൊപ്പം തന്നെ ഭാഷ അറിയാത്ത കുട്ടിയാണ്, മലയാളം അറിയില്ല. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേരളത്തിലേക്ക് എത്തിയിട്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഈ കുടുംബം കേരളത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വഴിയും ഒന്നും അറിയാത്ത ഒരു കുട്ടി ഒരുപക്ഷെ നടന്നു പോയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് 4-5 കിലോമീറ്ററോളമുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചത്. ബൈപ്പാസിലെയും അതോടൊപ്പം തന്നെ MG റോഡിലെയും ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിൽ പോലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് കുട്ടി ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുട്ടി ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്നത് കണ്ട നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറിയ ബബിത നൽകിയ ഒരു ദൃശ്യം, അത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട കുട്ടിയുടെ ദൃശ്യവും അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളുമൊക്കെ കണ്ടാണ് സംശയം തോന്നി കഴക്കൂട്ടം ACPയുടെ നമ്പറിലേക്ക് ഈ ബബിത വിളിക്കുകയും ഈ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയുമൊക്കെ ചെയ്തത്. ട്രെയിനിൽ സംശയകരമായ സാഹചര്യത്തിൽ ഈ കുട്ടി കരയുന്നത് കണ്ട് സംശയം തോന്നിയാണ് ബബിത ഈ ഒരു കുട്ടിയുടെ ചിത്രം എടുത്തത് തന്നെ. ഏതായാലും ഇത് ഒരു അന്വേഷണത്തിന് ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. കാരണം കന്യാകുമാരി
കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിലാണ് കുട്ടി കയറിയത് എന്ന് സ്ഥിരീകരിക്കുന്നു. തൊട്ടു പിന്നാലെ പോലീസ് സംഘം കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം, പ്രത്യേക പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നു. കന്യാകുമാരി എസ് പിയും നാഗർകോവിൽ എസ് പിയും ഒക്കെ ബന്ധപ്പെട്ട അവിടെ തിരച്ചിലിനും അതോടൊപ്പം തന്നെ RPFന്റെ കൺട്രോൾ റൂമിലുമൊക്കെ വിവരമറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയും ഏറ്റവും പ്രധാന തടസ്സമായി നിന്നത് കന്യാകുമാരിയിലെത്തി വിശദമായ പരിശോധന പോലീസ് സംഘവും അതോടൊപ്പം തന്നെ കന്യാകുമാരി പോലീസും നടത്തുമ്പോഴും കുട്ടിയെ ഈ പ്രദേശത്തെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടി കന്യാകുമാരിയിലുണ്ടാകും. ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. സ്വാഭാവികമായും കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ടാകും എന്ന ഒരു സംശയമാണ് ഉയർന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ട്രെയിൻ അവിടെ എത്തുന്നു അല്ലെങ്കിൽ എന്ന ഒരു നിഗമനമൊക്കെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ വിശദമായ പരിശോധനയിൽ പോലും അവർ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇനി എന്ത് എന്നുള്ളതായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തുടർന്നാണ് നാഗർകോവിലേക്കുമൊക്കെ പരിശോധന വ്യാപിപ്പിക്കുന്നതും ഇതിനിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അവിടെ നിന്നും യാതൊരു തുമ്പും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ ഏതൊക്കെ, കുട്ടി ചെന്നൈയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീണ്ടത്. തുടർന്ന് ചെന്നൈയിലേക്ക് കുട്ടി എത്തി എന്ന് സ്ഥിരീകരിക്കുന്നു. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ചെന്നൈയിലെത്തിയ ശേഷവും എങ്ങോട്ടേക്കാണ് കുട്ടി പോകാൻ സാധ്യതയുള്ളത് എന്ന അന്വേഷണം പോലീസ് തുടരുന്നു. കുട്ടിയുടെ സഹോദരൻ താമസിക്കുന്ന ബാംഗ്ലൂരിലേക്കാണോ കുട്ടി പോയിട്ടുള്ളത്, അതോ ആസാമിലേക്കാണോ പോയിട്ടുള്ളത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി വരികയും ചെയ്യുന്നുണ്ട്. കാരണം കുട്ടിയുടെ കയ്യിൽ ഫോണില്ല, മറ്റ് കുട്ടിയെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഒരു ബാഗും ആ ബാഗിനകത്താണെങ്കിൽ തുണിയും 50 രൂപയും മാത്രമാണ് കുട്ടി വീട്ടിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ 10 രൂപ ഉപയോഗിച്ച് ഈ ബസ്സിനകത്ത് KSRTC ബസ്സിനകത്ത് കയറി എന്നുള്ള ഒരു കണ്ടെത്തൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ബാക്കി 40 രൂപ, ഈ 40 രൂപ കൊണ്ട് കുട്ടി എവിടെയൊക്കെ സഞ്ചരിക്കും, ഇതെല്ലാം വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളായി പോലീസിന് മുന്നിൽ മാറിയിരുന്നു. ഈ സമയത്താണ് ചെന്നൈയിൽ നിന്നുള്ള ട്രെയിൻ ഏതൊക്കെയാണ് എന്ന് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രതിനിധി അലക്സ് റാം മോഹന് ഒരു സംശയം തോന്നുന്നതും ഈ വിശാഖപട്ടണത്തേക്കുള്ള എക്സ്പ്രസ് ഈ ട്രെയിനിൽ ഒരുപക്ഷെ കുട്ടി ഉണ്ടാകാം എന്ന ഒരു ചിന്തയിലേക്ക് കടക്കുന്നു. അങ്ങനെ മലയാളി സമാജം പ്രവർത്തകരെ വിവരമറിയിക്കുകയും അവർ നടത്തിയ പരിശോധനയിലാണ് ഈ ട്രെയിനിൽ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും വലിയ തരത്തിലുള്ള പോലീസും നാട്ടുകാരും മലയാളികളും ഒക്കെ നടത്തിയ ഒരു അന്വേഷണത്തിന് ഒടുവിൽ 37 മണിക്കൂറുകൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ഇനിയുള്ളത് ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക, മാതാപിതാക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ള നിയമപരമായ നടപടിക്രമങ്ങളാണ്. സ്വാഭാവികമായും ഇതിന് കുറച്ച് മണിക്കൂറുകൾ കൂടി താമസമുണ്ട്. കാരണം ഈ കുട്ടി ഇപ്പോൾ RPFൽ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കസ്റ്റഡിയിലാണുള്ളത് അല്ലെങ്കിൽ പക്കലാണുള്ളത്. സ്വാഭാവികമായും കുട്ടിക്ക് കൌൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം വിട്ടു നൽകുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാകും പോലീസ് കുട്ടിയെ ഏറ്റെടുക്കുക. ഇതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുള്ള നടപടികൾ, കേരളത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങും. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി ഈ കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസ വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയത്. റിജിത്ത്, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തസ്മീത് തംസിനെ കണ്ടെത്തിയതോടുകൂടി ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ, അതിനുവേണ്ടിയുള്ള സ്വാഭാവികമായി പൂർത്തിയാക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയ ഉടൻ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് പോലീസ് സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ഒരു വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെ അവിടെ നിന്ന് നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് കുട്ടിയുള്ളത്. അവരിൽ നിന്ന് കുട്ടിയെ വാങ്ങേണ്ടതുണ്ട്, കുട്ടിയെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ്. അതിനു മുമ്പിൽ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു നിയമവശം എന്നുള്ള നിലയിൽ നടക്കുകയും ചെയ്യും. എന്തായാലും 37 മണിക്കൂർ നീണ്ട ആശങ്കയാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള നമ്മുടെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലൊക്കെ നടക്കുന്നത് ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ്. കന്യാകുമാരിയായിരുന്നു ആദ്യം തെരച്ചിലിൻ്റെ ഒരു ഫോക്കസ് എങ്കിലും
പിന്നീട് ചെന്നൈയിലേക്ക് അന്വേഷണം നീളുന്നതും അതിൻ്റെ സാധ്യത അന്വേഷണ സംഘം പരിശോധിക്കുന്നതും കുട്ടിയുടെ സഹോദരനുള്ള ബംഗളൂരുവിലേക്ക് കുട്ടി പോയോ എന്നുള്ള സംശയം രൂപപ്പെടുന്നതും അങ്ങനെ ആകെ മുഴുവനായി നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പിന്നീട് അവിടെയുള്ള ബീച്ച് പരിസരത്തും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലുമൊക്കെ നടക്കുന്ന പരിശോധന, അതിനൊക്കെ ഇടയിൽ ആ അന്വേഷണം ഒരു ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പശ്ചാത്തലം, അതിനുശേഷം രൂപപ്പെട്ടിരുന്ന സംശയങ്ങൾ, പിന്നീട് വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള സന്തോഷകരമായ വാർത്ത പുറത്തു വരുന്നു. 24-നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം, അഭിമാനമൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. കാരണം ഈ വാർത്ത പുറത്തു വന്നത് മുതൽ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ കുട്ടിയെ കാണാതായി എന്നുള്ള വിവരം പുറത്തു വരുന്നു. പിന്നീട് നിരന്തരമായി കണ്ണിമ ചിമ്മാതെ വാർത്തകളുമായി ആ കുട്ടിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ ഒപ്പം ചേരാൻ 24-ന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഈ അന്വേഷണത്തിൽ ഏറ്റവും വഴിത്തിരിവായി എന്ന് ഒരു ഘട്ടത്തിൽ നമ്മൾ കരുതിയ സഹയാത്രക്കാരി ബബിത പകർത്തിയ ചിത്രം, അത് 24-ലൂടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ആദ്യം എത്തുന്നത്. ഏറ്റവും പ്രധാനമായി അവസാനം നമ്മളൊരു എവിടെയാണ് കുട്ടിയുള്ളത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നതിനിടയിൽ വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിനിൽ കുട്ടിയുണ്ട് കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം മലയാളി സമാജം പ്രവർത്തകർക്ക് കൈമാറുകയും അവർ നടത്തിയ പരിശോധനയും, അതിൽ തന്നെ അലക്സ് റാം മുഹമ്മദിൻ്റെ ഇടപെടലാണ് നമ്മൾ പ്രത്യേകമായി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. അലക്സ് റാം മുഹമ്മദാണ് മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും അതുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തണം, അങ്ങനെ ഒരു വിവരമുണ്ട് എന്നുള്ള കാര്യം മലയാളി സമാജം പ്രവർത്തകരെ അറിയിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവിടെ ട്രെയിനിൽ ബർത്തിൽ കിടക്കുകയായിരുന്ന നിലയിൽ കുട്ടിയെ പിന്നീട് കണ്ടെത്തുന്നത്. ആ സമയത്ത് ചില സ്ത്രീകൾ ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ കുട്ടി എന്നാണ് പറഞ്ഞത്. പിന്നീട് നിരന്തരമായി ഈ മലയാളി സമാജം പ്രവർത്തകർ ചോദിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അവരുടെ കുട്ടിയല്ല എന്നുള്ള കാര്യം സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് കുട്ടിയെ ഇവർ ഒപ്പം കൂട്ടുകയായിരുന്നു. പിതാവിനും മാതാവിനും അടുത്തേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുട്ടി അവർക്കൊപ്പം വരികയുമായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. നമുക്കറിയാം, നേരത്തെ ഒരു ബാഗും വെറും 40 രൂപയും ഒക്കെയായി ഇറങ്ങിയ ഒരു കുട്ടിയാണ്. ഭാഷയറിയാത്ത പ്രശ്നമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് യാത്രയൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ഒരു കുട്ടിയാണ്. ഒറ്റയ്ക്ക് യാത്രയൊന്നും ചെയ്ത് പരിചയമില്ലാത്ത കുട്ടിയാണ്. പക്ഷേ നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കയൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ് പൂർത്തിയാക്കേണ്ടത്. വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗിരീഷ് നേരത്തെ ചില നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ട കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനൊക്കെ ഒരുപാട് താമസമെടുക്കുമോ? ഇന്ന് എത്ര മണിയോടുകൂടി കുട്ടിയെ എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? വി എ ഗിരീഷ്. റീജത്ത്, വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് കേരള പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുള്ള വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്ത് എത്തണം. അതിനുശേഷം ഈ CWCയിൽ നിന്ന്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് കുട്ടിയെ ഏറ്റെടുക്കണം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം, മൊഴി രേഖപ്പെടുത്തണം. കുട്ടിയുടെ ആരോഗ്യനില ഇന്നലെ പരിശോധിച്ചതാണ്. ഇന്ന് വീണ്ടും ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട്. ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ. കാരണം കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് ഈ ഇത്രയും നേരവും കഴിയുകയായിരുന്നു. അതിൻ്റെതായ ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ പോലീസ് RPFന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയതിനു ശേഷം കുട്ടിക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എങ്കിൽ പോലും സാങ്കേതികമായ ചില തടസ്സങ്ങൾ, നിയമപരമായ ചില തടസ്സങ്ങൾ ഉണ്ട്. അത് വൈദ്യപരിശോധന നടത്തണം. ഇതിനുശേഷം മാത്രമായിരിക്കും പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക. ഇത് വളരെ പ്രധാനമാണ്. കാരണം കുട്ടി എന്തുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയത്, എങ്ങനെയാണ് വീട് വിട്ടിറങ്ങിയത്, തുടർന്ന് വിശാഖപട്ടണത്ത് എത്തുന്നവരെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇനി കുട്ടിക്ക് പോകാൻ താല്പര്യമുള്ളത് മാതാപിതാക്കളുടെ അടുത്തേക്കാണോ, അതോടൊപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വീട് വിട്ട് ഇറങ്ങിയ കുട്ടിയാണ്. കാരണം വഴക്ക് ശകാരിച്ചതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. സ്വാഭാവികമായും കുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച മൊഴികൾ വരേണ്ടതുണ്ട്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്ഥിരീകരണം വന്ന ശേഷം പോലീസ് ഈ കുട്ടിയെ ഏറ്റെടുക്കും. ഇതിനുശേഷം കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരികാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എങ്ങനെ വേണം, ട്രെയിൻ മാർഗം വേണോ അതോ വിമാനമാർഗം വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന്റെ മുമ്പിലുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ട്രെയിൻ മാർഗം വിശാഖപട്ടണത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് എടുക്കുന്ന ഒരു സമയം മാത്രമാണ്
സാഹചര്യമാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നു. ഇതിനുശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുന്നു. ഇതിനിടയിൽ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല നിരന്തരമായ കൗൺസിലിംഗ് കുട്ടിക്ക് നൽകേണ്ടതുണ്ട് എന്ന വിദഗ്ധർ ഇന്നലെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്ര ദൂരം യാത്ര 13-കാരിയാണ് ഇത്ര ദൂരം ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും അതോടൊപ്പം തന്നെ ദൃക്സാക്ഷിയും അതോടൊപ്പം ഫോട്ടോ എടുത്ത ഭവിത പറഞ്ഞതുപോലെ ഈ സമയത്തെല്ലാം കുട്ടി വളരെ സങ്കടപ്പെട്ട് കരയുകയും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട് എന്ന് ഇന്നലെ തന്നെ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കുട്ടി ഏതായാലും മാതാപിതാക്കൾക്ക് കൈമാറുന്നത്. ഇന്നലെ തന്നെ കുട്ടി മാതാപിതാക്കളെ വിളിച്ചു, മാതാപിതാക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. കുട്ടി പറയുകയും ചെയ്തു ശകാരിച്ചതിന്റെ പേരിൽ തോന്നിയ വിഷമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത്. ഇതൊരു പെട്ടെന്നുള്ളൊരു വാശിയുടെ പുറത്ത് കുട്ടി പോയതാണ് എന്നുള്ളതാണ് കുട്ടി ഇന്നലെ മാതാപിതാക്കളോടും ഒക്കെ പറഞ്ഞത്. അതോടൊപ്പം RPFനോടും ഒക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്നാലും ഈ മൊഴികൾ ആധികാരികമായി ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തണം. ഇതിനൊക്കെ ശേഷമായിരിക്കും പോലീസ് കുട്ടിയെ ഏറ്റുവാങ്ങുക. ഏതായാലും വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നതും അതിനുള്ള നടപടിക്രമങ്ങളാണ് തുടങ്ങിയതും. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. പോലീസിന്റെ സംഘം, കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അടക്കം ഉൾപ്പെടുത്തിയുള്ള സംഘവുമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് കുട്ടിയെ ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി ലീഗൽ പ്രോസസ്സ് ഒക്കെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോട് കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. മനേഷ് മൂർത്തി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. മനേഷ് മൂർത്തി, ഈ കുട്ടിയെ, അമ്മയുമായി പിണങ്ങിയിറങ്ങിയ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത് മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നടന്ന അന്വേഷണം സാധ്യമായ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത്, കന്യാകുമാരിയിലേക്ക് തെരച്ചിലിന്റെ ഫോക്കസ് ഒരു ഘട്ടത്തിൽ നീളുന്നത്, പിന്നീട് ചെന്നൈ കേന്ദ്രീകരിച്ച് സംശയം രൂപപ്പെടുന്നത്, പിന്നീട് വിശാഖപട്ടണത്ത് നിന്ന് സന്തോഷ വാർത്തയെത്തുന്നത്. വിശാഖപട്ടണത്തേക്കുള്ള കുട്ടിയുടെ യാത്ര അത് പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിക്കാമോ മനേഷ് മൂർത്തി? ഇന്നലെ പുലർച്ചെ രാവിലെ 6:30 മണിക്കാണ് ആ കുട്ടി ഇവിടേക്ക് എത്തുന്നത്. കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് കുട്ടി 6:30 മണിക്ക് ഇവിടേക്ക് എത്തുന്നു. പക്ഷേ ആ സമയങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ ഇവിടെ RPFനോ പോലീസിനോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതിനുശേഷം ഏകദേശം 10 മണിയോട് കൂടിയാണ് ആ ഒരു വിവരം ലഭിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്, കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം അതായത് 10 മണിയോട് കൂടി ആ തരത്തിൽ ഒരു അലേർട്ട് ഇവിടെ വരുന്നു. പക്ഷേ കാര്യമായ അർത്ഥത്തിലുള്ള പരിശോധനകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെയോ അല്ലെങ്കിൽ RPFൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ നിലയിലുള്ള ഒരു മിസ്സിംഗ് കേസ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു അന്വേഷണം. പക്ഷേ വൈകിട്ടോടു കൂടിയാണ് കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ മാറുന്നത്. കേരളത്തിൽ നിന്നും ഇവിടെ ഈ വഴിയാണ് ആ കുട്ടി പോയത്, അതായത് ചെന്നൈയിൽ ആ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന കാര്യം വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം എല്ലാം പരിശോധിക്കാൻ RPF തയ്യാറാകുന്നത്. ഏകദേശം ഒരു 6 മണിക്ക് ശേഷം, വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് ആ CCTV ദൃശ്യങ്ങളിലേക്കെല്ലാം തന്നെ RPF കടക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ 6:30 മണിക്ക് ആ കുട്ടി ഇവിടെ എത്തുന്നു. കന്യാകുമാരി എക്സ്പ്രസ്സിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ കുട്ടി എത്തുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇത് 3ാമത്തെ ഗേറ്റാണ്. 3ാമത്തെ ഗേറ്റ് വഴി ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ RPFന് ലഭിച്ച ഒരു CCTV ദൃശ്യം. അതായത് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ കുട്ടി വരുന്നു, അവിടെ നിന്ന് ഒരു ബാറ്ററി കാറിൽ കയറി കുട്ടി ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ കാര്യങ്ങളാണ് RPF പറഞ്ഞത്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലായിരുന്നു ആ കുട്ടി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു, അതിനുശേഷം പെരമ്പൂരിൽ നിന്നുള്ള ട്രെയിനുണ്ട്, പെരമ്പൂരിൽ നിന്നും ഗുവാഹത്തിക്ക് ട്രെയിനുണ്ട് രാവിലെ 10:30 മണിക്ക്. ആ ട്രെയിനിൽ കയറി ആ കുട്ടി പോയിട്ടുണ്ടാകും എന്നുള്ളൊരു സൂചനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ താമ്രത്ത് നിന്നും 7 മണിക്ക്, അതായത് താമ്രത്ത് നിന്നും പുറപ്പെടുന്ന അന്ത്യോദയ, അതായത് സന്ദ്രഗഞ്ചി അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിനുണ്ട്. അത് 7:40 താമ്രത്ത് നിന്നും പുറപ്പെടുന്നു. 8:10 ആ കുട്ടി ഇതേ സ്റ്റേഷനിൽ നിന്ന്, എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ കുട്ടി ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അത് അൺറിസർവ്ഡ് ആണ് ആ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാവുന്ന ഒരു സംവിധാനമുള്ള ട്രെയിനാണ്. ആ ട്രെയിനിലാണ് എന്തായാലും
ആ കുട്ടി യാത്ര ചെയ്തിട്ടുള്ളത്. ആ യാത്രയാണ് വിശാഖപട്ടണത്ത് എന്തായാലും സന്തോഷകരമായി തന്നെ അവസാനിച്ചത് എന്നും നമുക്ക് കൃത്യമായി തന്നെ പറയാൻ പറ്റും. ഈ ചെന്നൈ എഗ്മോർ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ RPFക്കാരൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ കൃത്യമായി തന്നെ ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. ആ കാര്യങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 6:30 മണിക്ക് കുട്ടി എത്തുന്നു, അതിനുശേഷം പുറത്തേക്ക് പോകുന്നു. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും, ഇവിടെ ഒരു CCTV ക്യാമറയുണ്ട്. ഈ മൂന്നാമത്തെ ഗേറ്റിന് അപ്പുറത്ത് ഒരു CCTV ക്യാമറ ഉണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ ആ കുട്ടിയെ കണ്ട CCTV ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചത് ഇതിന് അപ്പുറത്തെ ഏതെങ്കിലും വഴികളിലൂടെ ആയിരിക്കും കുട്ടി തിരികെ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ആ ഇടങ്ങളിൽ, അതായത് ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇവിടെ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ CCTV റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മറ്റൊരു കാര്യം കൂടി പറയാം റീജിത്ത്. ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും, അതായത് 12:634 കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നെഴുതിയിട്ടുള്ള അത് 6:30 ഇവിടെ അറൈവലാകണം. ഈ റെയിൽവേ സ്റ്റേഷനിൽ അറൈവലാണ്. ആ ട്രെയിനിലാണ് ഇന്നലെ രാവിലെ ആ കുട്ടി ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് മണിക്കൂറുകൾ, ഏകദേശം ഒരു 36 മണിക്കൂറുകൾ നീണ്ട ഒരു തിരച്ചിൽ, ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ, സർക്കാർ മുഴുവൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ ഒരു തിരച്ചിൽ. ആ തിരച്ചിൽ എന്തായാലും ഫലം കണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഈ എഗ്മോർ സ്റ്റേഷനിൽ വന്നിറങ്ങിയാണ് ആ കുട്ടി എന്തായാലും വിശാഖപട്ടണത്തേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വദേശമായിട്ടുള്ള അസമിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചത്. അത് വളരെ ചുരുങ്ങിയ സമയം, അതായത് 6:30 ഇവിടെ എത്തുന്നു. 8:10 ആ കുട്ടി ഇവിടെ നിന്നും പുറപ്പെട്ട അന്ത്യോദയ എക്സ്പ്രസിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്തായാലും എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടിയുണ്ട്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആ കുട്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് അതിൻ്റെ വിവരങ്ങൾ എത്തുമ്പോൾ, അതായത് ഇത്തരത്തിലൊരു കുട്ടി മിസ്സിംഗ് ആണെന്നും അത് ചെന്നൈയിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടേക്ക് വരുന്നത് 10 മണിയോട് കൂടിയാണ്. ആ 10 മണിയോട് കൂടി ഇവിടെ എത്തുന്നു. അതിനുശേഷമാണ് പോലീസിൻ്റെ ഭാഗത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എഗ്മോറിലുമൊക്കെ കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു പരിശോധന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതിനുശേഷം, അതായത് സാധാരണ നിലയിലുള്ള പരിശോധനയായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. നമ്മൾ ഉച്ചയോടുകൂടി ഇവിടെയുള്ള RPFകാരുമായും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് സാധാരണ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്, സാധാരണ നിലയിലുള്ള പരിശോധനയാണ്, ട്രെയിനുകൾ വരുമ്പോൾ അതിൽ ആ കുട്ടി ഉണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ മാറി മറയുന്നു. CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നു. അതായത് എഗ്മോർ സ്റ്റേഷനിലാണ് കുട്ടി വന്നിറങ്ങിയിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും 10 മണിയോടുകൂടി ആ ഒരു ശുഭവാർത്ത മലയാളികൾ കേൾക്കുന്നു. വിശാഖപട്ടണത്ത് വെച്ച് ആ കുട്ടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത. അതിനിടയിൽ എന്തായാലും എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടി ഏകദേശം ഒരു 1.5 മണിക്കൂർ അധികമാണ് ഉണ്ടായിരുന്നത്. റീജിത്ത്, അനീഷി, 24 നടത്തിയ ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് മലയാളി സമാജം പ്രവർത്തകരെ വിവരങ്ങൾ അറിയിക്കുന്നതും പിന്നീട് അവർ തെരച്ചിൽ നടത്തുന്നതും കുട്ടിയെ ആ ട്രെയിനിൽ നിന്ന് കണ്ടെത്തുന്നതും, അങ്ങനെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അവസാനം അതൊരു സന്തോഷത്തിലേക്ക് എത്തി നിൽക്കുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ ഇന്നലെ കടന്നുപോയി. ഈ മലയാളി സമാജം പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർത്തെടുക്കേണ്ടതാണല്ലോ മനീഷ് മൂർത്തി. തീർച്ചയായും വലിയ അഭിമാനത്തോടു കൂടി തന്നെ പറയണം. കാരണം ഒരു സംസ്ഥാനം മുഴുവൻ ഏകദേശം 10-36 മണിക്കൂറുകളോളം ആ കുഞ്ഞിന് വേണ്ടി തന്നെ കാത്തിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും ഒടുവിൽ, അതായത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം, അത് കൃത്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന 24ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ആന്ധ്രാപ്രദേശിലെ മലയാളി സമൂഹം അത് ഏറ്റെടുക്കുന്നു. അവർ കൃത്യമായി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. രാത്രി 10 മണിയോടുകൂടി കുട്ടിയെ കാണുന്നു. ആ കുട്ടിയെ കാണുമ്പോൾ അവർക്കൊപ്പം ഒരു സ്ത്രീകളുടെ കൂട്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മലയാളികൾ നമ്മളോട് പറഞ്ഞത്, മലയാളി സമാജത്തിൻ്റെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. ആ കുട്ടി അവരോട് ആദ്യം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊപ്പമുള്ള കുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് കൃത്യമായുള്ള ചോദ്യം ചെയ്യലിൽ ഈ കുട്ടി ആ സംഘം അവിടെ നിന്ന്, സ്ത്രീകളുടെ സംഘം അവിടെ നിന്ന് പിന്മാറുകയും കൂടിയായിരുന്നു. അത് ആ തരത്തിലൊരു രക്ഷപ്പെടൽ കൂടിയാണ് ഈ കുട്ടിയുടേത് എന്നുകൂടി നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും എന്ന് തോന്നുന്നു. എന്തായാലും വലിയ ശ്ലാഘനീയമായ ഒരു ഇടപെടൽ തന്നെയാണ് അലക്സ് റാം മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനം, പ്രത്യേകിച്ചും രാവിലെ ഈ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ അഭിമാനം തന്നെയാണ് തോന്നുന്നത്. കാരണം വലിയ ആശങ്കയായിരുന്നു. കാരണം പോയിടത്തൊന്നും തന്നെ കന്യാകുമാരിയിൽ ഒരുപാട് ഇടങ്ങളിൽ തിരച്ചിൽ നടത്തി. ഒടുവിൽ ചെന്നൈയിലേക്ക് ആ കുട്ടി പോന്നിട്ടുണ്ട്. ചെന്നൈയിൽ സഹോദരൻ്റെ അടുത്തേക്കാണ് വന്നതെന്ന് പറയുന്നു. പക്ഷേ സഹോദരൻ ബംഗളൂരുവിലാണുള്ളത്. സഹോദരനുമായി സംസാരിച്ചപ്പോൾ സഹോദരൻ പറയുന്നു താൻ എവിടെയാണുള്ളതെന്ന് സഹോദരിക്ക് അറിയില്ല. ഞങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് സംസാരിച്ചത്, അറിയില്ല. അപ്പോൾ പിന്നെ വീണ്ടും
അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ആശങ്കയാണ്. എവിടേക്കാണ് ഈ കുട്ടി പോകുന്നത്? വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയ ഒരു 13-കാരിയാണ്. സ്വാഭാവികമായും എവിടേക്കാണ് പോയത് എന്നൊരു വലിയ ആശങ്ക, ഏകദേശം മണിക്കൂറുകൾ നീണ്ട 30 മണിക്കൂറിലധികം 36 മണിക്കൂറുകളോളം നീണ്ട വലിയൊരു ആശങ്കയ്ക്കാണ്. എന്തായാലും അലക്സിൻ്റെ ആ ഒരു ഇടപെടൽ, കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അത് വളരെ കൃത്യമായിരുന്നു ആ ഒരു ഇടപെടൽ എന്ന് തന്നെ ഒരിക്കൽ കൂടി പറയണം. അത് അവിടെയുള്ള മലയാളി സമൂഹത്തിനോട്, ആന്ധ്രാപ്രദേശിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികളോട് തീർത്താൽ തീരാത്ത കടപ്പാടും പറയേണ്ടതുണ്ട് കേരളത്തിലെ മലയാളി സമൂഹത്തെ സംബന്ധിച്ച്. കാരണം അങ്ങനെ ഒരു 13 വയസ്സുകാരിയാണ്, ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്, കയ്യിൽ പണമില്ല. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും അപകടപ്പെടാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു 36 മണിക്കൂറുകൾ എന്ന് പറയുന്ന വലിയ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ തന്നെയായിരുന്നു. ആ മണിക്കൂറുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്തായാലും വളരെ ക്ഷീണിതയായിരുന്നു കുട്ടി എന്നുള്ളതാണ് നമുക്കറിയാം. വളരെ ചുരുങ്ങിയ പണം മാത്രമാണ് കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലും എവിടെയും ഈ തരത്തിലുള്ള ഒരു ഇടപെടലും ആ കുട്ടി നടത്തിയിട്ടില്ല എന്നുള്ളത്. പോവുക, അസമിലേക്ക് പോവുക എന്നത് മാത്രമായിരുന്നു ആ മകളുടെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളം എടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരിടത്തിലും മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ, ഭക്ഷണത്തിന് വേണ്ടി ആരോടെങ്കിലും ചോദിക്കുകയോ അങ്ങനത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളൊന്നും തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടില്ല. വെള്ളം കുടിക്കുന്ന ദൃശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വളരെ വേഗത്തിൽ എങ്ങനെയെങ്കിലും അസമിലേക്ക് എത്തുക, സ്വദേശത്തേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു ആ കുട്ടി ചിന്തിച്ചിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വിശാഖപട്ടണത്ത് വെച്ച് ആ കുട്ടിയെ കിട്ടുമ്പോൾ വളരെ ക്ഷീണിതയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. വളരെ ക്ഷീണിതയായിരുന്നു. കാരണം ഇത്ര മണിക്കൂറുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നതാണ്. അതിൻ്റേതായിട്ടുള്ള, മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് ആ കുട്ടിയെ കാണുമ്പോഴുള്ള ഒരവസ്ഥ, വളരെ കരഞ്ഞ് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരവസ്ഥയിലായിരുന്നു കുട്ടിയുടെ ആദ്യ ചിത്രമൊക്കെ നമുക്ക് പുറത്തു വരുന്നത്. വലിയ വിഷമം തന്നെയായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും ആശങ്ക വലിയ തോതിൽ വർദ്ധിക്കുന്നു. കാരണം പോയിടങ്ങളിൽ ഒന്നും തന്നെ കുട്ടിയെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഒരു ഫലപ്രാപ്തിയിലെത്താത്ത ഒരു നിലയുണ്ടായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു ആശങ്ക, ആ ആശങ്കയ്ക്ക് ശേഷമാണ് എന്തായാലും ആ കുട്ടി രക്ഷപ്പെടുന്നത്. കുട്ടിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.